ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ ഫ്രം ശ്യാമാസ് അക്കാഡമി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോർഷൻ എടുക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയിരുന്നത്? നമ്മുടെ ഡോൾഫ് വിസിലടിക്കുന്ന സൗണ്ടൊക്കെ ടീച്ചർ കേൾപ്പിച്ച് തന്നായിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല, എന്നാലും മറ്റേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇത് കാണാൻ നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ദ ത്രെഡ്. എന്താ ത്രെഡ് എന്ന് പറഞ്ഞാൽ? ഭീഷണി. ഓക്കെ, ഭീഷണിയാണ് കേട്ടോ. നമുക്ക് വായിക്കാം. The men are coming again to dump more plastic waste in the sea. മനുഷ്യർ പിന്നെയും തിരിച്ചു വന്നു. എന്ത് ചെയ്യാൻ? പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ, തള്ളാനല്ലേ. കുറേ പേര് കടലിലും പുഴയിലൊക്കെ വേസ്റ്റ് തള്ളും, അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയാണ്. എക്സ്ക്ലൈംഡ് ദ ഡോൾഫിൻ. ഓൾ ബിക്കെയിം ആംഗ്രി. എന്തു പറ്റി? ഡോൾഫിൻ ഭയങ്കരമായിട്ട് ആംഗ്രി ആയി. എല്ലാവരും അല്ലേ ആക്രോശിച്ചു. ഒരു പിന്നെയും വേസ്റ്റ് ഇടാൻ വന്നേക്കുവാണെന്നും പറഞ്ഞിട്ട് അല്ലേ. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ഷാർക്ക് പല്ല് ഞെരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് പ്ലാസ്റ്റിക് കഴിച്ച് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വി ഷുഡ് സ്റ്റോപ്പ് ദം, ദേ സെർച്ച് ടുഗദർ. നമുക്ക് അവരെ തടയണം. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അല്ലേ, വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തടയണം എന്ന് പറഞ്ഞു. ഡോണ്ട് വെറി ഫ്രണ്ട്സ്, സെറ്റ് ദ ബ്ലൂ വെയിൽ. നിങ്ങൾ വെറി ആവണ്ട, വിഷമിക്കണ്ട. ബ്ലൂ വെയിൽ പറഞ്ഞു, ഐ എം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. വേൾഡിൽ ഏറ്റവും വലിയ അനിമൽ ഏതാണ്? നമ്മുടെ ഡോൾഫിനാണ് കേട്ടോ. ഓക്കെ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ അനിമൽ, അതുകൊണ്ട് ഞാൻ അവരെ ഓടിക്കും എന്ന് പറയാണ് കേട്ടോ. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ബ്ലൂ വെയിൽ എന്ത് ചെയ്തു? രണ്ട് ആട്ടൊക്കെ ആടി ഉലഞ്ഞു. അത്രയും വലിയ മീൻ ആടി ഉലയുമ്പോൾ എന്ത് പറ്റും? അവർ വന്നിരിക്കുന്ന ബോട്ട് ഇളകും അല്ലേ. ദ ഷാർക്ക് ഫോളോഡ് ഹെയർ. ബ്ലൂ വെയിലിനെ ഷാർക്ക് ഫോളോ ചെയ്തു. ഇവിടെ ഒരാൾ ഡയലോഗ് പറയുന്നുണ്ടല്ലേ. എന്തായിരിക്കും ഡയലോഗ്? നമുക്കവിടെ എഴുതി കൊടുത്താലോ? ഓൾ ദീസ് വേസ്റ്റ് ക്യാൻ ബി ഡം ഹിയർ. എല്ലാ വേസ്റ്റും നമുക്ക് അവിടെ തള്ളാം എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? എന്തായിരിക്കും ബ്ലൂ വെയിൽ ചെയ്തിട്ടുണ്ടാവുക? അതറിയാൻ നമുക്ക് അടുത്ത പേജിലേക്ക് പോകണം. അതിൻ്റെ ക്വസ്റ്റ്യൻ ടീച്ചർ കൊടുക്കുന്നുണ്ട് ഷോർട്ട് നോട്ടായിട്ട്. അതുപോലെ ഇതിനകത്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഷോർട്ട് നോട്ടും ഉണ്ട്. വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു AI ഇമേജ് ആണ് കേട്ടോ ഇത്. അടുത്ത പേജിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഫോർഗീവ്നെസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ? ക്ഷമാപണം അല്ലേ, ക്ഷമിക്കുക. ക്ഷമാപണത്തിനാണ് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞത് കേട്ടോ. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. വെയിലും ഷാർക്ക് എന്ത് ചെയ്തു? ബോട്ടിനടുത്തേക്ക് ചെന്നു. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അതെന്ത് ചെയ്തു? ഷാർക്ക് അതിൻ്റെ ടെയിൽ വെച്ച്, വാല് വെച്ച് ബോട്ടിലേക്ക് അടിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? ദ മെൻ ഇൻ ദ ബോട്ട് ട്രെംബിൾഡ് വിത്ത് ഫിയർ. അവരെന്ത് ചെയ്തു? അതിനുള്ളിലുള്ള ആൾക്കാരെല്ലാവരും പേടിച്ച് വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവരെന്ത് ചെയ്തു? ഹെൽപ്പിന് വേണ്ടി കരഞ്ഞു. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതർ റീച്ച്ഡ് ദെയർ. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. എന്തു പറ്റി? ആ സമയത്ത് പ്രിൻസസും ബാക്കിയുള്ള ഫിഷസും ക്രാബ്സും എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. പിന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺ ഹെർ ക്ലൗസ്. നമ്മുടെ ക്രാബ് ക്ലൗസ്, അതിൻ്റെ നഖങ്ങളിലെ അതിൻ്റെ ഒരു കൊമ്പിനാണ് നഖം എന്ന് പറഞ്ഞിട്ടോ. കൈ ഇരിക്കുന്നതിന് ഷേപ്പ് ഉണ്ടല്ലോ, അത് വച്ചിട്ട് ഞാൻ എന്നെ ക്രഷ് ചെയ്യും എല്ലാവരെയും എന്ന് പറഞ്ഞു. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്. ഞങ്ങളെ ഹേർട്ട് ചെയ്യരുത്, ഞങ്ങളെ വേദനിപ്പിക്കരുത്. വി വോണ്ട് ദം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. ഞങ്ങളിനി കടലിൽ കൊണ്ടുവന്നല്ലേ, സീയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടത്തില്ല എന്ന് പറയാണ് കേട്ടോ. ദ മാൻ ബെഗ്ഡ്. മാൻ എന്ത് ചെയ്തു? അപേക്ഷിച്ചു. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നമ്മുടെ പ്രിൻസസ് പറയാണ്, യു ആർ പൊല്യൂട്ടിങ് അവർ സീ.
യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നമ്മുടെ പ്രിൻസസ് എല്ലാം പറയുകയാണ്, എന്താണ്, ഞങ്ങളുടെ സീൻ നിങ്ങൾ പൊല്യൂട്ട് ചെയ്യുകയാണ്, മലിനപ്പെടുത്തുകയാണ്, അതുപോലെ നശിപ്പിക്കുകയാണ്, ഡിസ്ട്രോയ് ചെയ്യുകയാണ്. ഇനി ഇത് ആവർത്തിക്കരുത്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വാണ്ട് പ്രിൻസസ് ജൂലിയ. അവരെ വാർണിംഗ് ചെയ്തു അല്ലേ, അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു അല്ലേ, മുന്നറിയിപ്പ് കൊടുത്ത് ഇനി മേലെ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ നമ്മളോട് അച്ഛനും അമ്മയും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ട് പറയും പോലെ നമ്മുടെ മെർമൈഡ് പ്രിൻസസ് ജൂലിയ അവർക്ക് വാർണിംഗ് കൊടുത്തു. സോ ദെൻ വാട്ട് ഹാപ്പൻ? ലെറ്റ് ദം ഗോ ആൻഡ് ലെറ്റ് ദം ഗോ. പ്രിൻസസ് അവരെ വിട്ടയച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റ് ആൻഡ് ദ വേവ്സ്. സൂര്യൻ്റെ രശ്മികൾ തിരമാലകളിൽ വന്ന് അടിച്ചു. റേസ് കിരണങ്ങൾ, ബ്രൈറ്റൻഡ് അത് തിളങ്ങുന്ന രശ്മികൾ എന്നാണ് പറയുന്നത് കേട്ടോ. സൂര്യരശ്മികൾ തിളങ്ങുന്നത് നമ്മുടെ തിരമാലയിൽ വന്ന് അടിച്ചു. ഇവിടെ എന്താണ് നമ്മുടെ ഷാർക്ക് പറയുന്നത്? ഷാർക്ക് പറയുന്നത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം, എന്തിനാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് എന്നതാണ് നമ്മുടെ ഷാർക്ക് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോർഷൻ തീർന്നു, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്റ്റേഴ്സും തീർന്നിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നോട്ട്സ് വേണ്ടവർ താഴെ നമ്പർ കൊടുത്തേക്കാം, എല്ലാവരും കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.